സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയിൽ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾക്കെതിരെ കൂടുതൽ കേസുകൾ വരുന്നുണ്ട്. മിഥു എന്ന കോൺഗ്രസ് അനുകൂല ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് കേസ്. ഡോക്ടർ അമൃത റഹീമിന്റെ പരാതിയെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, എ റഹീം MPയെയും ഭാര്യ അമൃതയെയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അധിക്ഷേപ പോസ്റ്റുകൾ വ്യാപകമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഇത് പലരും ഷെയർ ചെയ്യുന്നുമുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ കുടുങ്ങുമോ? ഈ ഒരു പേജ് മാത്രമല്ല, ഈ കോൺഗ്രസിന്റേതെന്ന പേരിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജുകളോട് സമാനമായ രീതിയിൽ ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് ആ പേജുകളിലൂടെയാണ് ഈ എതിർ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കളെയും സ്ത്രീകളെയും അതോടൊപ്പം മാധ്യമപ്രവർത്തകരെയും അടക്കം വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് അമൃതയുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമാനമായ ചില കേസുകൾ കൂടി ഉടൻ തന്നെ ഈ പേജുകൾ കേന്ദ്രീകരിച്ച് ഇതിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ലഭിക്കുമെന്നാണ് സൂചന. ആ പരാതികൾ കൂടി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാനികളായ ചിലർ വിദേശത്താണ് എന്നാണ് സൈബർ ക്രൈം പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചുകൊണ്ട് അവർ എപ്പോൾ നാട്ടിലെത്തിയാലും അവരെ ഡിറ്റെയിൻ ചെയ്തതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന തരത്തിലുള്ള പരിശോധനകളാണ്. അത്തരം നിയമ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. യാസർ എടപ്പാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമാനമായ തരത്തിലുള്ള നീക്കങ്ങളാണ് സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. അതിനുശേഷം ഇവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ചിലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൈബർ ക്രൈം പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരായ നിയമ നടപടികൾ വേഗത്തിൽ ആക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സൈബർ ക്രൈം പോലീസ് എത്തിയിരിക്കുന്നത്.